ഹലോ മക്കളെ, അപ്പൊ നമുക്കിട്ടല്ലോ KCT എക്സാമിനൊക്കെ ചോദിക്കുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ നല്ലൊരു കിഡിലൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കടന്നു വരാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഏതൊരു എൻട്രൻസ് എക്സാം ആയാലും നമ്മൾ വെറുതെ ബുക്ക് വായിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇത് പഠിക്കേണ്ട പോലെ പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു എക്സാം വിത്തിൻ സെക്കൻഡ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന് സാധാരണ കണ്ടുവരുന്ന ഒരു സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനത്തെ മോഡല്? അതായത് നിങ്ങളോട് പറയാണ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ 50% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം ഇതാ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മക്കളെ പറ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറ. ഒരു 16 മിനിറ്റ് ആയിക്കോട്ടെ, 16 മിനിറ്റ് ആയിക്കോട്ടെ. 50% കഴിയാൻ വേണ്ട സമയം 16 മിനിറ്റ് ആണെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ 75% കംപ്ലീഷൻ, അതായത് 75% കഴിയാൻ വേണ്ട സമയം എത്രയാ? ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻ. ഹാഫ് ലൈഫ് തന്നിട്ട് ഇത്ര പെർസെൻറ്റേജ് കഴിയാൻ വേണ്ട ടൈം എത്രയെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ നമുക്കിത് ചെയ്യാം? എടാ, ഒരു കോമൺ വിദ്യാർത്ഥിനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളല്ല, ഒരു കോമൺ വിദ്യാർത്ഥിനി, അതായത് കെമിക്കൽ കൈനറ്റിക്സ് +1 +2 +2 എന്ന് പറഞ്ഞാൽ 4th ചാപ്റ്റർ അല്ലേ, നമ്മുടെ പഴയ NCERT ബുക്കിലൊക്കെ 4th ചാപ്റ്റർ ആയ കെമിക്കൽ കൈനറ്റിക്സിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നോർമൽ ഒരു വിദ്യാർത്ഥിനി എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ, അവനോട് 75% കഴിയാൻ വേണ്ട സമയമല്ലേ ചോദിച്ചത് അല്ലേ? അപ്പൊ അവർക്കറിയാം, ഒരു ഫസ്റ്റ് റിയാക്ഷന്റെ K1 = 2.303/T into log R0 divided by എന്താണ്? R ആണ് അല്ലേ? 75% കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർസെൻറ്റേജ് മോഡൽ ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമുക്കറിയാം R0 എന്ന് പറയുന്ന R0 മീൻസ് എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേടാ മാക്സിമം കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരു പെർസെൻറ്റേജ് മോഡൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെർസെൻറ്റേജിന്റെ മാക്സിമം കോൺസെൻട്രേഷൻ എത്രയാ അല്ലെ? മാക്സിമം വാല്യൂ എത്രയാ? 100 അല്ലേ? അപ്പൊ R0 ബിക്കം എത്രയായിരിക്കും? 100 എന്ന് കൊടുക്കും. R എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75% കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 100ൽ നിന്നും 75 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 25 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടൈം ഈക്വൽ ടു K1 ഈക്വൽ ടു ഇതാണെങ്കിൽ ടൈം ഈക്വൽ ടു എന്താണ്? 2.03/K1 into log R0 100 എന്ന് കൊടുത്തു. ബൈ എത്രയാണ്? 25 അല്ലേ? അപ്പോഴും നമുക്ക് K കിട്ടിയിട്ടില്ല. K നമുക്ക് ഇനി എവിടുന്നാ കിട്ടാം? K കിട്ടാനാണ് നമുക്ക് ഇവിടെ ഹാഫ് ലൈഫ് തന്നത്. എടാ, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 0.693 ഡിവൈഡഡ് ബൈ K1 ആണ്. അങ്ങനെയാണെങ്കിൽ K1 ഈക്വൽ ടു അല്ലേ? K1 ഈക്വൽ ടു ഒരു പണിയില്ല, തിരിച്ചിടുമ്പോൾ 0.693/T half ആണ് അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്നു 0.693/T half എത്രയാടാ? 16 മിനിറ്റ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 2.03 ഡിവൈഡഡ് ബൈ 0.693/16 ഇൻറ്റു ലോഗ് 100/25 എന്ന് പറഞ്ഞാൽ ലോഗ് 4. ഓക്കെ, അപ്പൊ ലോഗ് 4ന്റെ വാല്യൂ നമുക്കറിയോ? ഇല്ല. കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ലോഗ് 4ന്റെ വാല്യൂ പഠിച്ചു നമ്മൾ. ഓക്കെ, ലോഗ് 4ന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. ഈ ലോഗ് 4ന്റെ വാല്യൂ പഠിച്ചുകൊണ്ട് ആ വാല്യൂ നമുക്ക് ചെയ്താൽ മനസ്സിലാവും 0.6നോട് ഏകദേശം സിമിലറാ. ആ 0.6 ഇൻറ്റു 2.3 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ കയ്യിലൊരു പേനും കൊണ്ടാണ് ഇരിക്കുന്നത് മനസ്സിലാക്കണം. 2.3 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് 0.693/16 ഡിവൈഡ് ചെയ്തൊരു സംഖ്യ കിട്ടുമല്ലോ, ആ സംഖ്യനെ ഈ മുകളിൽ കിട്ടിയ 2.3 ഇൻറ്റു ലോഗ് 4 ആയ 0.6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളിത് എക്സാം ആണെന്ന് ചെയ്യുമ്പോണ്ടല്ലോ എല്ലാവരും എക്സാം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഓക്കെ, നമുക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എത്ര മിനിറ്റാ? 1 മിനിറ്റ്. നമ്മളിത് ഇരുന്ന് ചെയ്ത് നമ്മുടെ സാധാരണ ഒരു +2 വിദ്യാർത്ഥിനി, നോർമൽ ഒരു വിദ്യാർത്ഥിനി ഇത് മെത്തേഡ് ഇങ്ങനെയാ, അതും പഠിച്ചൊരു വിദ്യാർത്ഥിനി അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈം അങ്ങനെ കളഞ്ഞ് നമ്മൾ ആൻസർ എത്തുമ്പോഴേക്കും പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സാം കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു സംഗതിയാണിത്. ഓക്കെ, ഇവിടെയാണ് ഒരു കോമൺ മാൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും. എന്നാൽ ഇവിടെ നിന്നാണ് നമ്മൾ ലോജിക് മാനിലോട്ട് കടക്കുന്നത്. എങ്ങനെ? എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ലോജിക്കുള്ള വിദ്യാർത്ഥിനി വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇത്ര വലിയ ഒരു ടൈറ്റും ഒരു ഇക്വേഷനും ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ? മക്കളെ ശ്രദ്ധിച്ചോ. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അതായത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാണ്. അതായത് T ഹാഫ് എത്രയാണ്? 16 മിനിറ്റ് ആണെങ്കിൽ T75 എത്രയാണ് എന്നാണ് ചോദ്യം. എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ അത് 0.693/K1 ആണ് എന്ന് പറയുമ്പോൾ നേർപകുതിയാവുന്ന സമയം
ഇനീഷ്യൽ കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെറും K1 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആരാടാ K1? ദാറ്റ് ഇസ് എ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റിന് മാത്രമേ ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയ ടി ഹാഫ് ഒരു ഫസ്റ്റ് ഓൾ എന്തായിരിക്കും, ഏതൊരു സമയത്തും കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക്കുള്ള വിദ്യാർത്ഥിനി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് പറയും നിങ്ങൾക്ക്. അതായത് 100 ഒരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 100 എന്ന് പറയുന്നു. എടാ പകുതി കഴിയാൻ വേണ്ട സമയമാണ് ടി ഹാഫ് അല്ലേ. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, പകുതി ജീവൻ. നമ്മുടെ ജീവനാണോ? അല്ല, കെമിക്കൽ റിയാക്ഷൻ്റെ ജീവൻ. എന്നാണ് ഒരു കെമിക്കൽ റിയാക്ടൻസ് നേർപകുതി ആവാൻ വേണ്ട സമയം അല്ലേ എന്ന് പറയുമ്പോൾ 100ന്റെ പകുതി എത്രയാണ്? 50 അല്ലേ. 50 ആവാൻ വേണ്ട സമയമാണ് എന്ത്, ടി ഹാഫ്. എടാ 50ന്റെ പകുതി എത്രയാ? 25. അതിന് വേണ്ട ടൈമും എന്ത് തന്നെയാണ്, ടി ഹാഫ് ആണ്. നേർപകുതി ആവുന്ന സമയം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ 150 ആവുന്ന അതേ സമയം തന്നെയായിരിക്കും 50 25 ആവുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, ഇപ്പൊ 100 എത്രയായി? 25 ആയി. 125 ആയി എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര പെർസെൻറ്റേജ് കഴിഞ്ഞു മക്കളെ? പറ, ഇപ്പൊ എത്ര പെർസെൻറ്റേജ് കഴിഞ്ഞു? 125 ആയി എന്ന് പറയുമ്പോൾ മക്കളെ ഇതല്ലേടാ 75% കംപ്ലീഷൻ എന്ന് പറയുന്നത് അല്ലേ. 125 എന്ന് പറയുന്നത് അല്ലേ 75% കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പൊ 75% കഴിയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എന്താണ്? 2 പ്രാവശ്യം ടി ഹാഫിനോട് തുല്യമാണ്. 2 പ്രാവശ്യം ഹാഫ് ആയി കഴിഞ്ഞാൽ അത് 75% കഴിയുന്നതിന് തുല്യമാണ് അല്ലേ. 150 ആയി, 50 25 ആയി. അപ്പൊ T75 = 2 ടി ഹാഫ് ആണ്. എടാ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ടി ഹാഫ് 16 മിനിറ്റ് ആണെങ്കിൽ T75 എന്താണെന്ന് ചോദ്യം. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ 2 × ടി ഹാഫ് എത്രയാണ്? 16 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഏതാണ് ഉണ്ടാവുക? 32 മിനിറ്റ്. ഓക്കെ, 32 മിനിറ്റ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ, 2.03 × log 4 × 0.693/16 എടാ ഇത് ചെയ്ത് നമ്മൾ കണ്ണീരൊലിപ്പിക്കുന്ന സമയത്താണ് ലോജിക്കുള്ള ഒരു വിദ്യാർത്ഥിനി 150 ആവുന്നു, 50 25 ആവുന്നു. ടി ഹാഫ് 16 ആണെങ്കിൽ 2 ടി ഹാഫ് ആണ് T75. അപ്പൊ 2 × 16 അവന് ആകെ വന്നൊരു മാത്തമാറ്റിക്സ് എന്താ നിങ്ങൾക്ക്? 2 × 16 32 ആണെന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് കോമൺ മാനും ലോജിക് മാനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് ഒരു നോർമൽ വിദ്യാർത്ഥിനിയും ഒരു എൻട്രൻസ് വിദ്യാർത്ഥി തമ്മിലുള്ള വ്യത്യാസം ജനിക്കുന്നത്. ഓക്കെ, ഈ ഒരു ജൈത്രയാത്ര നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നിങ്ങളെ മാസ്റ്റർ പീസ് ആക്കി മാറ്റുന്നത്. സോ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളും ഓരോ കണ്ടന്റുകളും വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ വ്യത്യസ്തമായ ലോജിക്കുകൾ നമ്മൾ ദിനം പ്രതി ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇങ്ങനത്തെ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ അല്ലേടാ, ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ഓക്കെ, വേഗം ചെയ്തോളൂ. അതായത് നിങ്ങളോട് പറയാണ് ടി ഹാഫ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ടി ഹാഫ് 10 മിനിറ്റ് ആണെങ്കിൽ മക്കളെ ഓടിച്ച് പറയടാ T75 എത്രയാണ്? T75 എത്രയാണ്? ഇനി നിങ്ങൾ വിടരുത്, പെട്ടെന്ന് പറഞ്ഞടാ. ടി ഹാഫ് 10 മിനിറ്റ് ആണെങ്കിൽ T75 എത്രയാണ്? അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് റിയാക്ഷൻ വാസ്, അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് റിയാക്ഷൻ ഈസ് 10 മിനിറ്റ്. ടൈം റിക്വയർഡ് ഫോർ 75% കംപ്ലീഷൻ. 75% കഴിയാൻ വേണ്ട സമയം എത്ര? എടാ ഒറ്റയ്ക്ക് പറയടാ. 75% കഴിയുക എന്ന് പറയുമ്പോൾ 150 ആയി, 50 എത്രയായി? 25 ആയി അല്ലേ. പകുതി ആകുന്ന സമയം 10 മിനിറ്റ്. അപ്പോൾ 125 ആവുള്ള സമയം 2 × 10 20 മിനിറ്റ്. എടാ ഇത് ചെയ്യാൻ 1 മിനിറ്റ് ആവശ്യമുണ്ടോ? എടാ 10 സെക്കൻഡ് പോലും ആവശ്യമില്ല. ടി ഹാഫ് 10 T75 125 ആയി, 2 ടി ഹാഫ്, ദാറ്റ് ഈസ് 20 സെക്കൻഡ്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വെറൈറ്റി ആക്കട്ടെ. എടാ ടി ഹാഫ് ഈക്വൽ ടു, നിങ്ങളോട് പറയാണ് ടി ഹാഫ് ഈക്വൽ ടു 12 മിനിറ്റ് ആണെങ്കിൽ T87.5 എത്ര? T87.5 എത്ര? എങ്ങനെയാടാ ചെയ്യാം? എടാ ഇപ്പൊ നമ്മൾ കോമൺ മാൻ അല്ല, ഇപ്പൊ നമ്മൾ ലോജിക് മാനാ. പറയടാ ടി ഹാഫ് 12 മിനിറ്റ് ആണെങ്കിൽ 87.5 എത്രയാ? എടാ നമ്മൾ എന്ത് ചെയ്യുന്നു, 100% കണ്ട 100 മാറ്റുന്നു. എടാ 100 50 ആവുന്ന സമയമാണ് ഒരു ടി ഹാഫ്. 50ന്റെ പകുതി എത്രയാണ്? 25. അതിന് വേണ്ട സമയമാണെന്ത്, അടുത്തൊരു ടി ഹാഫ്. ഇപ്പൊ എത്ര ശതമാനമേ കഴിഞ്ഞിട്ടുള്ളൂ? 125 എന്ന് പറയുമ്പോൾ 75% കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് 87.5 കഴിയാനുള്ള സമയം വേണം. അപ്പൊ നമ്മൾ ഇനിയും പകുതിയാക്കുന്നു. 25ന്റെ പകുതി എത്രയാടാ? 12.5 അല്ലേ, 12.5. ഇപ്പൊ നിങ്ങൾ നോക്ക്, 100 എത്രയായിട്ട് മാറി? 12.5 ആയിട്ട് മാറി. എടാ 100 12.5 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 87.5. അപ്പൊ ടി ഹാഫ് ഇതും ടി ഹാഫ് അല്ലേ. ടി ഹാഫ് എത്രയാണ്? 12 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 12 മിനിറ്റ് അഗെയിൻ 36 മിനിറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്തൂടെ? എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഹോംവർക്ക് പിടിക്ക്. എടാ നിങ്ങൾ എന്നെ ഹോംവർക്ക് പിടിക്ക്. ഞാൻ നേരെ തിരിച്ച് T75 8 മിനിറ്റ് ആണെങ്കിൽ മക്കളെ നിങ്ങൾ തന്നെ പറ ടി ഹാഫ് എത്ര? ടി ഹാഫ് എത്ര? തിരിച്ചാട്ടോ ചോദിച്ചത്. T75 8 മിനിറ്റ് ആണെങ്കിൽ ടി ഹാഫ് എത്രയാണ്? T75 =
2t½ അപ്പോൾ t½ എത്ര? ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വേണ്ട, നിങ്ങൾ എന്നെ കമൻ്റ് ആയിട്ട് രൂപപ്പെടുത്തുമല്ലോ. എനിവേ താങ്ക് യു, ബൈ.